God is faithful, who has called you into fellowship with His Son, Jesus Christ our Lord. 1 Corinthians chapter 1, verse 9. Dear beloved parishioners, as we gather to celebrate the 61st parish day of our beloved Stessie Bangalore parish, we take a moment to reflect on the journey we have shared over the past year. We are reminded of God's unwavering faithfulness, which has been our rock, our shelter, and our guiding light. This report provides a glimpse into the events, activities, and milestones that have marked our parish life during the reporting year. From spiritual programs and community outreach initiatives to social events and pastoral care, we have sought to live out our faith in meaningful and impactful ways. As we look back on the past year, we give thanks to God for His blessings, guidance, and provision. We also acknowledge the tireless efforts of our parishioners, clergy, and staff who have worked together to build up our parish community. May this report inspire us to continue growing in faith, hope, and love as we look forward to the opportunities and challenges that lie ahead. May God bless our parish. 1964 ബെറിയൻ ബൈബിൾ കോളേജിൽ മിസ്റ്റർ രാജൻ എബ്രഹാമും മിസ്റ്റർ വർഗീസ് തെനാലിയും കൂടി നടത്തി വന്ന പ്രാർത്ഥനാ കൂട്ടത്തിൽ ബാംഗ്ലൂർ ഇടവകയുടെ സ്ഥാപക മെമ്പേഴ്സായ മിസ്റ്റർ പി വി അലക്സാണ്ടർ, മിസ്റ്റർ എം ജെ തോമസ്, മിസ്റ്റർ പി ഡി വർഗീസ്, മിസ്റ്റർ എം ജെ മത്തായി എന്നിവരും കൂടുകയും അതൊരു ഇടവകയായിട്ട് അംഗീകരിക്കണമെന്ന് തിരുവല്ലായിലുള്ള സഭാകേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇടവകയായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ അംഗീകരിക്കുകയും ചെയ്തു. ഏകദേശം 3 വർഷം അവിടെ ആരാധന നടത്തിപ്പോന്നു. ആ സമയം ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ വന്ന സ്റ്റുഡൻസായ പി കെ കോരുത് മുതൽ പേരും ചിന്നക്കുട്ടിയും ചിന്നക്കുട്ടിയുടെ സിസ്റ്ററും ഈ ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇന്ത്യ എവരി ഹോം ക്രൂസൈഡ് വർക്കേഴ്സിൻ്റെ ഹോസ്റ്റലിൽ വിളിച്ചും പിന്നീട് CSI ഹിന്ദുസ്ഥാൻ ചർച്ചിലും അതിനുശേഷം മിസ്റ്റർ വി എം മാമൻ്റെ ഭവനത്തിലും അതിനുശേഷം ഡോക്ടർ MM നൈനാൻ്റെ ഭവനത്തിലും ആരാധന നടന്നുകൊണ്ടിരുന്നു. 1975 ലിംഗരാജപുരത്ത് ഇടവകാംഗങ്ങൾ സ്ഥലം വാങ്ങി. റവറൻ TC ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളി പണിയുകയും 1980 സെപ്റ്റംബർ 21 ബിഷപ്പ് TC ചെറിയാൻ്റെ നേതൃത്വത്തിലും റവറൻ TC ജോർജ്, PT തോമസ്, റവറൻ MI തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിലും പള്ളിയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്തപ്പെട്ടു. 2005 ഒക്ടോബർ 6 ഒരമാവ് അഗ്ര പുതിയ ആലയത്തിൻ്റെ പണി ആരംഭിച്ചു. 2006 ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ബിഷപ്പ് ഡോക്ടർ MK കോശി റവറൻ PK കോരുതിൻ്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠിച്ചു. 2007 മാർച്ച് 24 ആലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻ TC ചെറിയാൻ്റെ നേതൃത്വത്തിലും ഡയസിഷൻ ബിഷപ്പ് ഡോക്ടർ MK കോശി, ഇടവക വികാരി റവറൻ ബിജു തോമസ് മുതലായ അച്ഛന്മാരുടെ സാന്നിധ്യത്തിലും നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട തോമസ് തോട്ടത്തിൽ അച്ഛൻ വികാരിയായി ബാംഗ്ലൂർ പാരിഷിൽ സേവനം അനുഷ്ഠിച്ച കാലത്ത് ഇടവയ്ക്ക് വേണ്ടി ഒരു പാഴ്സേജ് പണിയുകയും അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2021 ആണ്ട് സെപ്റ്റംബർ മാസം 3-ാം തീയതി ഇടവ ഒരു പബ്ലിക് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ നാളുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ബിഷപ്പന്മാരും അച്ഛന്മാരും ആയിട്ടുള്ളവരുടെ പേരുകൾ താഴെ ചേർക്കുന്നു. ബാംഗ്ലൂർ ഇടവകയുടെ ആദ്യ വികാരി ബിഷപ്പ് ഡോക്ടർ MK കോശി 1977 വൈദിക പഠനത്തിന് വന്ന കാലത്ത് ബിഷപ്പ് ഡോക്ടർ CV മാത്യു, 1984 വികാരിയായി സേവനമനുഷ്ഠിച്ച പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് എബ്രഹാം, 1996 മുതൽ 1998 വരെ വികാരിയായി സേവനമനുഷ്ഠിച്ച ബാഹ്യകേരള ഡയോസിഷൻ ബിഷപ്പ് റവറൻ ഡോക്ടർ എബ്രഹാം ചാക്കോ തുടങ്ങിയവർ സഭയിൽ ഇപ്പോൾ ബിഷപ്പുമാരായി സേവനം അനുഷ്ഠിക്കുന്നു. കൂടാതെ റവറൻ VM മാമൻ, ലേറ്റ് റവറൻ M ചെറിയാൻ, ലേറ്റ് റവറൻ TC ജോർജ്, റവറൻ ഡോക്ടർ സണ്ണി C ജോൺ, റവറൻ CK ജേക്കബ്, റവറൻ MI തോമസ്, റവറൻ ഡോക്ടർ തോമസ് വർഗീസ്, റവറൻ വർഗീസ് ഫിലിപ്പ്, റവറൻ ജോൺ M പ്രസാദ്, റവറൻ KS ജെയിംസ്, ലേറ്റ് റവറൻ PP കോരുത്, റവറൻ ബിജു തോമസ്, റവറൻ
തോമസ് തോട്ടത്തിൽ, റവറൻ ഡോക്ടർ പ്രകാശ് എബ്രഹാം മാത്യു, റവറൻ PM ജോസഫ്, റവറൻ ഷാജി അലക്സാണ്ടർ, റവറൻ മോൻസി വർഗീസ് എന്നിവർ വികാരിമാരായും സുവിശേഷകരായും വിവിധ നിലകൾ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. ലേറ്റ് റവറൻ CA ചാക്കോ, റവറൻ PM ഫിലിപ്പ്, റവറൻ PT മാത്യു എന്നിവർ ഹൊസൂർ അത്തിബല ഇടവകളിൽ നിന്നും വന്ന ഇടവക ശുശ്രൂഷകൾ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ റവറൻ KJ ടൈറ്റസ്, റവറൻ സണ്ണി C ജോൺ എന്നിവർ അസിസ്റ്റന്റ് വികാരിമാരായും വിവിധ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വികാരിയായി റവറൻ ലാജി വർഗീസ് അച്ഛനും അർബൻ മിഷൻ പ്രസ്ബൈറ്ററായി റവറൻ ഡോക്ടർ വർഗീസ് ജോൺ അച്ഛനും ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്നു. റിപ്പോർട്ട് വർഷത്തിൽ ഇടവകയിൽ നടന്ന പ്രധാന പരിപാടികളുടെ ഒരു സംക്ഷിപ്ത വിവരണം ഇവിടെ അവതരിപ്പിക്കട്ടെ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം. ഇടവക സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനായുള്ള ഒരു ട്രെയിനിംഗ് പ്രോഗ്രാം 2024 ജൂൺ മാസം 16 ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു. സഭാ ട്രഷറർ റവറൻ PT മാത്യു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡെഡിക്കേഷൻ ഓഫ് ബെല്ലാരി പ്രയർ ഹാൾ. നാളുകളായുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു ബെല്ലാരി മിഷൻ ഫീൽഡിൽ ഒരു ആരാധനാലയം ഉണ്ടാവുക എന്നുള്ളത്. താൽക്കാലികമായിട്ടാണെങ്കിലും അപ്രകാരം ഒരു പ്രാർത്ഥനാലയം നിർമ്മിക്കുവാനും അതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ജൂലൈ മാസം 14 നടത്തപ്പെടുവാനും ഇടയായി. വയനാട് ഡിസാസ്റ്റർ. 2024 ജൂലൈ മാസം 30 അർദ്ധരാത്രിക്ക് ശേഷം കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ആ സംഭവം നടന്നു. നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത, അനേകരെ ഒന്നുമില്ലാത്തവരാക്കി മാറ്റിയ വയനാട് ഉരുൾപൊട്ടൽ. മനുഷ്യ ഹൃദയങ്ങളെ പിടിച്ചുലച്ച വയനാടൻ ജനതയുടെ കരൾ പിളർക്കുന്ന നിലവിളി നെഞ്ചോട് ചേർക്കുവാൻ നമ്മുടെ ഇടവകയ്ക്ക് സാധിച്ചു. നമ്മുടെ ഇടവകയിലെ ഒരുപറ്റം യുവജനങ്ങൾ ഇടവക നേതൃത്വത്തിന്റെ കീഴിൽ ഉണർന്ന് പ്രവർത്തിച്ചു. നിമിഷ നേരം കൊണ്ട് ധനസമാഹരണം നടത്തി വയനാടൻ ജനതയ്ക്ക് ആവശ്യമായ സാധനങ്ങളുമായി ഓഗസ്റ്റ് മാസം 1 ഒരു ട്രക്ക് നിറയെ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് യാത്രയാവുകയും അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ആ നല്ല പ്രവൃത്തിക്കായി നമ്മെ അകമഴിഞ്ഞ് സഹായിച്ച ദുബായ് ഇടവക യൂത്ത് യൂണിയനെയും അമേരിക്കൻ ബെർഗൻഫീൽഡ് വിശ്വാസികളെയും നമ്മുടെ ഇടവക വിശ്വാസികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ ചുമതലക്കാരെയും യുവാക്കന്മാരെയും അഭിനന്ദിക്കുന്നു. ഡെഡിക്കേഷൻ ഓഫ് ദി യൂട്ടിലിറ്റി കോംപ്ലക്സ്. നമ്മുടെ ഇടവകയുടെ പാർക്കിംഗ് പ്ലോട്ട് ചുറ്റുമതിലില്ലാതെ ആർക്കും പ്രവേശിപ്പാൻ കഴിയുന്ന ഒരവസ്ഥയിലും മറ്റ് ലോക്കൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലുമായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ ആരംഭിച്ച പണികൾ ഈ റിപ്പോർട്ട് വർഷത്തിൽ പൂർത്തീകരിപ്പാനും പ്രസ്തുത പണിയോടൊപ്പം ഇടവക വിശ്വാസികളുടെ ഉപയോഗത്തിനായിട്ട് ഒരു യൂട്ടിലിറ്റി കോംപ്ലക്സ് പണി കഴിപ്പിക്കാനും അതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഓഗസ്റ്റ് മാസം 4 നടത്തപ്പെടുകയും ചെയ്തു. യൂത്ത് യൂണിയൻ 1 ഡേ റിട്രീറ്റ്. ഇടവക യൂത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ യുവജനങ്ങൾക്കായി ഓഗസ്റ്റ് മാസം 15 ഇടവകയിൽ വെച്ച് ഒരു 1 ഡേ റിട്രീറ്റ് നടത്തപ്പെടുകയുണ്ടായി. ഇടവകാംഗം മിസ്റ്റർ മിനോ തോമസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സെന്റർ സേവന സമാജം മീറ്റിംഗ്. ബാംഗ്ലൂർ സെന്റർ സേവന സമാജത്തിന്റെ ഒരു ഏകദിന സമ്മേളനം സെപ്റ്റംബർ മാസം 14 നമ്മുടെ ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീമതി നീന ജോസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സീനിയർ സിറ്റിസൺ ഡേ. സെപ്റ്റംബർ മാസം അവസാന ഞായറാഴ്ച സീനിയർ സിറ്റിസൺ ഡേയായി സഭ വേർതിരിച്ചിരിക്കുന്നു. റിപ്പോർട്ട് വർഷത്തിൽ സെപ്റ്റംബർ മാസം 29 ആരാധന മധ്യേ 60 വയസ്സിന് മുകളിലുള്ള ഇടവകയിലെ പ്രിയപ്പെട്ടവരെ ആദരിക്കുന്നതിന് ഇടവകയ്ക്ക് സാധിച്ചു. സൺഡേ സ്കൂൾ സെൻട്രലൈസ്ഡ് ടാലന്റ് കോമ്പറ്റീഷൻ. സഭയുടെ സൺഡേ സ്കൂൾ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജനുവരി മാസം സഭാ ആസ്ഥാനത്ത് വെച്ച് നടത്തപ്പെടുന്ന സൺഡേ സ്കൂൾ ടാലന്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനായി ബാംഗ്ലൂർ സെൻട്രലിൽ ആദ്യമായി സൺഡേ സ്കൂൾ ടാലന്റ് കോമ്പറ്റീഷൻ നമ്മുടെ ഇടവിൽ വെച്ച് നടത്തപ്പെട്ടു. ബാംഗ്ലൂർ സെൻട്രലിലെ ഇടവകളിൽപ്പെട്ട സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ താല്പര്യത്തോടെ പരിപാടിയിൽ പങ്കെടുക്കുകയും
വിജയികളിൽ ചിലർ തിരുവല്ലയിൽ പങ്കെടുക്കുകയും സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു. ന്യൂ ആർക്ക് മിഷൻ ഹോം ഓഫ് ഹോപ്പ്. എടവക യൂസ്യൂണിന്റെ നേതൃത്വത്തിൽ എടവകയുടെ സഹകരണത്തോടുകൂടി ശ്രീ ഓട്ടോ രാജ നടത്തുന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം സന്ദർശിക്കുന്നതിനും അവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനും വിവിധ പരിപാടികൾ നടത്തുന്നതിനും ഇടയായി. അവിടെയുള്ള അന്തേവാസികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും സംഭാവന ചെയ്യുന്നതിനും ഇടയായി. ബാഹ്യ കേരള ഡയോസിസ് കോൺഫറൻസ്. കൊൽക്കത്തയിൽ വെച്ച് നടന്ന 37ാമത് BKD കോൺഫറൻസിൽ നമ്മുടെ ഇടവകയിൽ നിന്നും 30-ൽ പരം അംഗങ്ങൾക്ക് പങ്കെടുക്കുന്നതിനും വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിനും ഇടയായി തീർന്നു. ക്രിസ്മസ് ഹൗസ് ടു ഹൗസ് കരോൾ വിസിറ്റ്. റിപ്പോർട്ട് വർഷത്തിൽ ഇടവകയുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരമുള്ള ക്രിസ്മസ് സന്ദർശനം നടത്തപ്പെട്ടു. ഇടവകങ്ങളുടെ സജീവമായ സാന്നിധ്യവും സഹകരണവും പ്രസ്തുത പരിപാടിയുടെ വിജയത്തിന് കാരണമായി. ക്രിസ്മസ് കരോൾ. ഇടവകയുടെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് കരോൾ സർവീസ് ഡിസംബർ മാസം 15-ാം തീയതി ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവക ഗായക സംഘം ക്രിസ്മസ് കരോളിന് നേതൃത്വം നൽകി. സൺഡേ സ്കൂൾ, യൂത്ത് യൂണിയൻ, സേവന സമാജം എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തപ്പെട്ടു. GFCT കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം വളരെ ശ്ലാഘനീയവും ഹൃദയത്തെ സ്പർശിക്കുന്നതും ആയിരുന്നു. ബേത്ലഹേം വീതിയിൽ സീസൺ 5. സഭയുടെ യുവജന പ്രവർത്തന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബേത്ലഹേം വീതിയിൽ സീസൺ 5-ൽ ഇടവക ഗായക സംഘം പങ്കെടുത്ത് മനോഹരമായ ഗാനാലാപനം നടത്തുന്നതിനിടയായി. കോയർ അംഗങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. ശാലോം ഭവൻ ക്രിസ്മസ് കരോൾ. ഇടവകയിൽ നിന്ന് കുഞ്ഞുങ്ങളും യുവജനങ്ങളും മുതിർന്നവരും അടങ്ങുന്ന ഒരു സംഘം ഡിസംബർ മാസം 25-ാം തീയതി വെല്ലൂർ ശാലോം ഭവൻ സന്ദർശിച്ച് അവയുടെ രോഗികളുമായി കൂട്ടിരിപ്പുകാരോടും ചേർന്ന് ക്രിസ്മസ് ആഘോഷിപ്പാൻ ഇടയായി. ഗായക സംഘം മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും യുവജനങ്ങളും കുഞ്ഞുങ്ങളും വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ഉണ്ടായി. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി നടത്തപ്പെട്ടു. നേതൃത്വം നൽകുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. മാരേജ്. നമ്മുടെ ഇടവാംഗം മിസ്റ്റർ ജോൺസൺ വർഗീസിന്റെയും ശ്രീമതി എലിസബത്ത് ജോൺസന്റെയും മകൾ ജെന്നിഫറിന്റെ വിവാഹം ജനുവരി മാസം 5-ാം തീയതി നടത്തപ്പെട്ടു. മിസ്റ്റർ പ്രതാപ് ഉമ്മന്റെയും ശ്രീമതി സുജാ പ്രതാപിന്റെയും മകൻ രോഹിത് പ്രതാപിന്റെ വിവാഹം ജനുവരി മാസം 18-ാം തീയതി ഈ ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു. ചിൽഡ്രൻ സ്പെഷ്യൽ പ്രയർ. നമ്മുടെ ഇടവകയിലെയും സഭയിലെ മറ്റ് ഇടവകയിൽപ്പെട്ട് ജോലിയോടനുബന്ധിച്ച് ബാംഗ്ലൂർ താമസിക്കുന്നതുമായ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ആദ്യമായി ദേവാലയത്തിൽ കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയായി തീർന്നു. റിപ്പോർട്ട് വർഷത്തിൽ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ടൈല് ചെയ്ത് ഭംഗിയാക്കുവാൻ ദൈവം സഹായിച്ചു. ഈ ഉദ്യമത്തിന് സഹായിച്ചതായിട്ടുള്ള ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. UMC. നാളിതുവരെ ഇടവകയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അർബൻ മിഷൻ കോൺഗ്രിഗേഷൻ ഒരു വർഷിപ്പ് ഗ്രൂപ്പായി സ്വതന്ത്രമായി നിൽക്കുവാനുള്ള ആഗ്രഹം ഇടവകയെ അറിയിക്കുകയും അതിന് ഫലമായി ഇടവക അതിനുള്ള റെക്കമെൻഡേഷൻ സഭാ കൗൺസിലിനെ അറിയിക്കുകയും 2025 ഫെബ്രുവരി മാസം 21-ാം തീയതി കൂടിയ സഭാ കൗൺസിൽ UMC ഒരു വർഷിപ്പ് ഗ്രൂപ്പായി നിൽക്കുന്നതിന് അനുമതി നൽകുകയും മേലാൽ UMC സ്റ്റെസി സിറ്റി സർവീസ് ഫെലോഷിപ്പ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുകയും ചെയ്യും എന്ന് അറിയിച്ചു.